മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ. വിശ്വാസ സാറ് കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ടാവും സമ്മാനം ഈ മാമ്പഴത്തിൽ ഒതുക്കിയത്. പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി വിശ്വാസ സാറ് ഇപ്പം എന്തൊക്കെ ചെയ്തു തരുമായിരുന്നു. എന്താടോ താൻ കരയാണോ? ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് സർ. ഏയ്, ഞാൻ കുറിച്ച് ആ ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നോ? ആ ഡോക്ടറെ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ആ റിസൾട്ട് എവിടെ? ആ ഇപ്പം തരാം. ആ ഇതാ ഡോക്ടർ റിപ്പോർട്ട്. സോറി, വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അതൊരു താൽക്കാലിക വിഷമം മാത്രമാണ്. എന്താ ഡോക്ടർ, എന്താ ഇഷ്യൂ? ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ പല്ലവിയുടെ ആരോഗ്യസ്ഥിതി ഇത്തിരി മോശമാണ്. അതുകൊണ്ട് തൽക്കാലം നിങ്ങളിപ്പോ ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യണ്ട. കുറഞ്ഞത് 2 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഒരു കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇപ്പൊ കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചാൽ പ്രസവം പ്രയാസമാകും. പ്രസവ സമയത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് വലിയ ആപത്ത് സംഭവിച്ചേക്കാം. ഡോക്ടർ അങ്ങനെ പറയരുത്. എനിക്ക് ഉടനെ ഒരു കുഞ്ഞിനെ വേണം. മോളെ, ഇത് ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന് ഞാൻ എന്തിനാ വെറുതെ തടസ്സം പറയണം? ദേ, ഈ റിസൾട്ടുകൾ കണ്ടില്ലേ? ഈ റിസൾട്ടുകൾ നോക്കിയിട്ടാണ് 2 വർഷത്തിനുള്ളിൽ കുഞ്ഞിനു വേണ്ടി ശ്രമിക്കരുതെന്ന് ഞാൻ പറയുന്നത്. ജീവൻ പണയം വെച്ച് അമ്മയാവാൻ ശ്രമിക്കണോ? 2 വർഷം മെഡിസിനൊക്കെ കഴിച്ച് ഇപ്പോഴത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറ്റിയെടുക്ക്. എന്നിട്ട് ധൈര്യമായി കെയർ ചെയ്ത് പ്രസവിക്കാമല്ലോ. പെട്ടെന്ന് കുഞ്ഞു വേണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് എന്റെ അഡ്വൈസ് തള്ളിക്കളയരുത്. ഒരു കുഞ്ഞിനു വേണ്ടി ഉടനെ അറ്റംപ്റ്റ് നടത്തരുത്. അത് വിപിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനത് കയറിയോളാം ഡോക്ടർ. പല്ലവിയുടെ ആരോഗ്യസ്ഥിതി അനുകൂലമല്ലാത്ത സ്ഥിതിക്ക് 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായാൽ മതി. മോള് വിഷമിക്കാതിരിക്കേ. 2 വർഷം കണ്ണടച്ച് തുറക്കും മുമ്പേ അങ്ങ് പോകില്ലേ? 2 പേരും സമാധാനായിട്ടിരിക്കും. പ്രിസ്ക്രിപ്ഷൻ ഞാൻ വാട്സപ്പിലിടാം. മെഡിസിൻ എല്ലാം പല്ലവിക്ക് മുടങ്ങാതെ കൊടുക്കണം. ശരി ഡോക്ടർ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഹലോ വിപിൻ. ഹലോ ഡോക്ടർ, വളരെ ഉപകാരം. എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞതിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്.
വിപിൻ, ഇതൊന്നും ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ വിപിൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. അതെനിക്ക് അറിയാം ഡോക്ടർ. അതെ വിപിൻ, കൂടുതൽ ദിവസമൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കബളിപ്പിക്കാൻ പറ്റില്ല. അത് ഓർമ്മ വേണം. നിങ്ങൾ അറിയാതെ പല്ലവി വേറെ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ നിങ്ങളുടെ ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നെ ഒരിക്കലും നിങ്ങൾ പ്രതിക്കൂട്ടിലാക്കരുത്. ഏയ്, അതൊന്നും ഉണ്ടാവില്ല ഡോക്ടർ. ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി. ശരി, ഓക്കെ. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? എനിക്ക് വ്യക്തമായില്ല. തെളിച്ചു പറയൂ. മാഡം, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് അനുദിനം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം പെനാൽറ്റിയായി വീണ്ടും വീണ്ടും പണം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരുന്നു. പരമാവധി കളക്ട് ചെയ്യാവുന്ന പണം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും പണം വേണം. അത് ഉടനെ സ്വരൂപിക്കണം. എന്തായാലും വിനയും റിയയും ഒന്ന് വന്നോട്ടെ. ഈ വിഷയം ഞാൻ അവരോട് സംസാരിക്കാം. മാഡം, ഷെയർ മാർക്കറ്റ് ഈ നിലയിൽ തന്നെ തുടരുകയാണെങ്കിൽ നമ്മുടെ കമ്പനി പെട്ടെന്ന് വലിയ നഷ്ടത്തിലാകും. എന്ത് ചെയ്യാനാ? പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല ബിസിനസ് മുന്നോട്ട് പോയത്. എന്തായാലും അവരോട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. നമ്മുടെ കമ്പനി ഇത്ര വേഗം നഷ്ടത്തിലായോ? പാർവതി ചെയർപേഴ്സൺ ആയിരുന്നപ്പോ വളരെ ലാഭത്തിലായിരുന്ന കമ്പനിയാണ്. അമ്മയും വിനയും കൂടി നഷ്ടത്തിലാക്കിയിരിക്കുന്ന ഈ വിവരം എത്രയും പെട്ടെന്ന് വിശാലേട്ടനെയും പാർവതിയെ അറിയിക്കണം. എന്റെ അരയിലെ ചരട് അവിടെ പോയി. ഇതെങ്ങനെ അരയിൽ ഊരിപ്പോയത്? രാത്രി കിടക്കാൻ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇനി കിടക്കയിലും വല്ല ഊരിപ്പോയതാണോ? വിശാൽ സർ, എന്താ? പാർവതി, എന്റെ അരയിൽ കെട്ടിയിരുന്ന ആ ചരടില്ലേ, ആ, അതിപ്പോ കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ? ഞാൻ നോക്കട്ടെ. അയ്യോ, ഛേ, താൻ എന്താ ഈ കാണിക്കുന്നേ? ഞാനൊന്ന് കാണട്ടെ സർ. അയ്യേ, വേണ്ട വേണ്ട വേണ്ട, താനിപ്പോ കാണുമൊന്നും വേണ്ട. ഞാനിപ്പോ കണ്ടാലെന്താ? ചരടില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ തനിക്ക് വിശ്വാസമില്ലേ? ഇല്ല, എനിക്ക് ഇത്തിരി വിശ്വാസക്കുറവുണ്ട്. എന്നാലേ താൻ വിശ്വസിക്കണ്ട. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ നോക്കട്ടെ. ഏയ്, ഏയ്, വിട് പാർവതി, ഞാൻ പറഞ്ഞില്ലേ. ഏയ്, പാർവതി മാറി നിൽക്ക്. അയ്യോ, നിക്ക് നിക്ക് നിക്ക്. എന്താ? അരയില് ചരടില്ലാതെ സാർ പോവണ്ട. അതിന് ചരടെവിടെ? ചരടൊക്കെ നമുക്ക് പിന്നീട് കെട്ടാം. നീ മാറ. പിന്നീടൊന്നും ആക്കണ്ടെന്നേ, ഇപ്പൊ തന്നെ കെട്ടാം. ചരടേ ദാ എന്റെ കയ്യിലുണ്ട്. നീ നോക്കി. അത് ശരി. അപ്പോ മുൻകൂറായിട്ട് കുറെ ചരട് താൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണല്ലേ. ഇതുപോലെ ഇന്നലെ ഒരെണ്ണം കെട്ടിത്തന്നു, അത് കാണാതായപ്പോ ദേ മറ്റൊന്ന്. താൻ ഇങ്ങനെ ഒന്നിനു പുറകെ ചരടിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ആദ്യം നഷ്ടപ്പെട്ട ചരട് എവിടെയാണെന്ന് തനിക്ക് അറിയായിരിക്കുമല്ലോ. എനിക്ക് എന്റെ അമ്മ കെട്ടിത്തന്ന ആ ചരട് എവിടെയാ പാർവതി? അത് ഒരു കള്ളക്കാക്ക വന്ന് കൊത്തിക്കൊണ്ടുപോയി. സാർ ഇപ്പോ ഈ ചരട് കെട്ട്. വാ. ഇനി സാറ് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. അപ്പോ ആ ചരട് എവിടെയാണെന്ന് താൻ പറയില്ലല്ലേ? ഞാനേ
പോയിട്ട് വരട്ടെ, തന്നെ ഞാൻ കാണിച്ചു തരാം. എന്ത് ചരടാണോ? എന്താണെന്നേ ഞാൻ വന്നിട്ട് നിനക്ക് കാണിച്ചു തരാം. വീട് റിയ, അല്ല നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നേ? എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. അത് ഞാൻ പാർവതിയെക്കുറിച്ച് ചിന്തിക്കായിരുന്നു. അല്ല, അവളെ കുറിച്ച് ചിന്തിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പൊ പുതിയതായിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ അവളെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ നമ്മളാണോ എന്ന ചിന്ത അവൾക്കുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ജാഗ്രതയായിട്ടിരിക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവളെന്തായാലും ഇതിന് പിന്നാലെയുള്ള അന്വേഷണം തുടരാനാണ് സാധ്യത. അത് നമുക്ക് കാലക്കേടാകുമെന്ന എൻ്റെ ചിന്ത. ഓ, ഇതാണോ വിഷയം? അതിനെപ്പറ്റി നീ കൂടുതൽ ചിന്തിക്കണ്ട. ഇതുപോലെ എത്ര എത്ര ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നമുക്ക് ഫേസ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്റെ ടെൻഷൻ ഇതൊന്നുമല്ല. നിന്റെ വാക്ക് വിശ്വസിച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതിപ്പോ ആകെ നഷ്ടത്തിലായിരിക്കാം. ആ നഷ്ടത്തിൽ നിന്ന് എങ്ങനെ കര കയറുമെന്ന് ആലോചിച്ചിട്ട് ഒരു വഴിയും തെളിയുന്നില്ല. നമ്മുടെ കമ്പനിയുടെ ഷെയർ വാല്യൂ ഇടിഞ്ഞത് കാരണം നല്ലൊരു തുക പെനാൽറ്റി അടയ്ക്കണം. അതിനെന്താ ഒരു സൊല്യൂഷൻ? അത് നീ പറഞ്ഞതാ. റിയ, അമ്മ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസങ്ങൾ കൂടി വെയിറ്റ് ചെയ്യ്. ബിസിനസ് ഒന്ന് ചൂട് പിടിച്ചോട്ടെ. ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് പോരും. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശാലിനെയാ. ദുർഗാഷ്ടമി ദിവസം അവനെന്തോ വലിയ സമ്മാനം ലഭിക്കാൻ പോവല്ലേ. എത്ര റിസ്ക് എടുത്തിട്ടായാലും ആ സമ്മാനം നമുക്ക് കൈക്കലാക്കണം. ദുർഗാഷ്ടമി ദിവസം വരട്ടെ. അവന് ലഭിക്കുന്ന സമ്മാനം എന്താണെന്ന് നമുക്കറിയണം. എന്നിട്ട് വേണ്ടത് നമുക്ക് ചെയ്യാം. പല്ലവി, മോളെ പല്ലവി, നീ തനിച്ചാണോ വന്നത്? അതെ ചേച്ചി, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, വിപിൻ എന്താ വരാത്തത്? ഞാൻ വിപിൻ സാറിനെ അറിയിക്കാതെ ഇങ്ങോട്ട് പോകുന്നത്. വിപിൻ സാറിനെ എന്നല്ല, ആരെയും ഞാൻ അറിയിച്ചിട്ടില്ല. മോളെ, നീ എന്താ ആരെ അറിയിക്കാതെ ഇങ്ങോട്ട് പോകുന്നത്? എനിക്ക് ചേച്ചിയെ തനിച്ചൊന്ന് കാണണമെന്ന് തോന്നി. എന്താ പല്ലവി, എന്താ? ചേച്ചിയെ വിഷമിപ്പിച്ചതില്
എനിക്കിപ്പോ തീർത്താ തീരാത്ത സങ്കടവും കുറ്റബോധവും തോന്നുന്നുണ്ട്. മോളെ, നീ നീ അതൊക്കെ മറന്നേക്ക്. എനിക്ക് അതിലൊന്നും ഒരു പ്രയാസവും ഇല്ല. കഴിഞ്ഞതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട. നീ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ. നീ ഏതെങ്കിലും തരത്തിൽ അതിര് വിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിന്റെ പക്വത കുറവായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ദിവസം നീ നിന്റെ തെറ്റുകൾ തിരിച്ചറിയുമെന്നും എന്നോട് മാപ്പ് പറയുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ അത് സംഭവിച്ചു. അതില് എനിക്ക് നിന്നോട് വലിയ അഭിമാനമാണ് തോന്നുന്നത്. തെറ്റ് ആർക്കും സംഭവിക്കാം. അത് മനുഷ്യ സഹജമാണ്. പക്ഷേ ചെയ്തുപോയ തെറ്റുകളെ ഒരുപക്ഷെ ഇത് ചേച്ചിയുടെ അമ്മയുടെ മുത്തശ്ശന്റെ ഒക്കെ വാക്ക് കേൾക്കാതെ ശാന്തി മുഹൂർത്തം നടത്തിയതിന്റെ ശിക്ഷയാവും. നിനക്കിപ്പോ എന്താ സംഭവിച്ചത്? അത് പറയ. അത് ചേച്ചി, ഞാനും വിപിൻ സാറും കൂടി ഇന്നൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയിരുന്നു. പ്രഗ്നന്റ് ആണോ എന്ന് സംശയം തോന്നിയിട്ടാ കാണാൻ പോയത്. അന്നേരം ഡോക്ടർ കുറെ ടെസ്റ്റ് ഒക്കെ എടുത്തു. എന്നിട്ട് ആ ഡോക്ടർ പറയോ ഇനി 2 വർഷത്തേക്ക് ഞാൻ പ്രസവിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഒരു പ്രസവം അഥവാ നടന്ന അത് എന്റെയും കുഞ്ഞിന്റെയും ജീവന് ആപത്താകുമെന്ന്. ചേച്ചി, എനിക്ക് പെട്ടെന്നൊരു കുഞ്ഞിനെ താലോലിക്കാനുള്ള അവസരം ഉദയനൊരമ്മ തന്നില്ലല്ലോ. ചേച്ചിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച ഉദയനൊരമ്മ എനിക്ക് ആ ഭാഗ്യം നിഷേധിച്ചില്ലേ? എനിക്കിത് വേണം. ഞാൻ ചെയ്ത പ്രവൃത്തികളുടെയൊക്കെ ഫലമായത്. ഇല്ല മോളെ, ഒരിക്കലുമല്ല. ഉദയനൂരമ്മ ഒരിക്കലും അമ്മയാകാനുള്ള നിന്റെ ഭാഗ്യം നിഷേധിക്കില്ല. നീ അമ്മയായിരിക്കും, അത് ഉറപ്പാ. പക്ഷെ 2 വർഷം ഞാനിങ്ങനെ കാത്തിരിക്കും. വാശിയുടെ പുറത്താണെങ്കിലും ഞാൻ കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുപോയി ചേച്ചി. 1 വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞെനിക്ക് ജനിക്കുമെന്ന് ഞാൻ ഏറെ പ്രതീക്ഷിച്ചു പോയി. എന്നിട്ട് മോളെ, നീ സങ്കടപ്പെടാതിരിക്ക. ദേവി വിചാരിച്ച അകന്നു മാറാത്ത തടസ്സങ്ങളൊന്നുമില്ല. നീ പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിച്ച് ദേവിയെ പ്രസാദിപ്പിച്ച മാത്രം മതി. നീ ആഗ്രഹിച്ചതുപോലെ 1 വർഷത്തിനുള്ളിൽ ദേവി നിനക്ക് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കും. ദേവിയെ ഞാൻ എങ്ങനെയാ പ്രസാദിപ്പിക്കുക? അത് ഞാൻ പറഞ്ഞുതരാം. 7 ദിവസം തികഞ്ഞ വ്രതത്തോടെ സുമംഗലികളായ പെണ്ണുങ്ങൾക്ക് താമ്പൂല ദക്ഷിണ കൊടുത്ത് അവരെ ദേവിയായി കണ്ട് നീ പൂജ നടത്തണം. അങ്ങനെ നീ സുമംഗലി പൂജ മുറ തെറ്റാതെ ചെയ്താൽ നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സന്താനയോഗം ലഭിക്കും. ഉറപ്പാണോ ചേച്ചി? ഉറപ്പ്. അതൊരിക്കലും പാഴാകാത്ത വിശ്വാസമാണ്. നീ ഒന്ന് പൂജ ചെയ്ത് നോക്ക്, ഫലം ഉടനെ സിദ്ധിക്കും.
ശരി ചേച്ചി, ചേച്ചി പറഞ്ഞതുപോലെ ഈ പൂജ ഞാൻ ചെയ്യാം. ഉം. പറയണം വക്കീൽ സാറേ, ആ ഏലസിലുണ്ടായിരുന്ന രഹസ്യം എന്തുവാ? ചോദിച്ചത് കേട്ടില്ലേ? ആ ഏലസിനുള്ളിൽ എന്താണെന്ന്? മര്യാദയ്ക്ക് പറയുന്നതാ നല്ലത്. ആ ഏലസിനുള്ളിലെ രഹസ്യം എന്താണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ കൊന്ന് കായലിലോട് തള്ളും. താൻ എന്തിനാടോ ചിരിക്കുന്നേ? ചിരിക്കാതെ പിന്നെ എന്താ ചെയ്യുക മക്കളെ? എനിക്ക് 19 വയസ്സായി. എൻ്റെ ഈ പ്രായത്തിനിടയിൽ നിങ്ങളെക്കാളും വലിയ എത്രയോ ചട്ടമ്പികളെ ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വിരട്ടലും കയ്യാങ്കളിയൊന്നും ഇവിടെ ഏൽക്കില്ല. കൊല്ലാൻ ധൈര്യമുള്ളവരാണെങ്കിൽ കൊന്നിട്ട് പോയിക്കോ. അല്ലെങ്കിൽ തന്നെ വിഷ്ണുപാദം പോകാൻ വലിയ ദൂരമൊന്നുമില്ല എനിക്ക്. മരണഭയം ലവലേശമില്ല എന്ന് സാരം. വിശ്വനാഥൻ സാറ് എന്നെ ഏൽപ്പിച്ച ഏലസും സകല രഹസ്യങ്ങളും കൈമാറേണ്ടവർക്ക് ഞാൻ കൈമാറി കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ ഉയിരെടുത്താലും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല.